വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം 2 ദിവസം മുമ്പ് ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന നമ്മുടെ കേരളത്തിലുള്ള സകല പ്രതിപക്ഷവും ആഘോഷിക്കുകയാണ്. അതായത് സുഡാപ്പികൾ, കമ്മ്യൂണിസ്റ്റുകൾ, കോൺഗ്രസ്സുകാരെല്ലാം ആഘോഷിക്കുകയാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞ ദിവസം തിരിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വേറൊരു പ്രസ്താവന ഇവിടെ നടത്തി. അതായത് പിണറായി വിജയനെ എനിക്ക് ഒരിക്കലും കെട്ടിപ്പിടിക്കാൻ സാധിക്കില്ല, ഞാൻ അദ്ദേഹവുമായിട്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിലാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പൊ ഞാൻ ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചിന്തിക്കും, ഇയാൾ എന്ത് പൊളിറ്റിക്സ് ആണ് ഇയാൾ ചെയ്യുന്നത്? കാരണം DMK തമിഴ്നാട്ടിൽ പണക്കി, കേരളത്തിൽ CPM പിണക്കുന്നു. അങ്ങനെ പണക്കി കഴിഞ്ഞാൽ ഇന്ത്യയും മുന്നണിക്ക് എന്തെങ്കിലും ഒരു കെട്ടുറപ്പ് വേണ്ടേ? ഒന്നുമില്ല. ഇയാള് പൊളിറ്റിക്സേ അറിഞ്ഞൂടാതെ മുന്നോട്ട് പോവുകയാണ്. അതേ രാഹുൽ ഗാന്ധി പൊളിറ്റിക്സ് അറിയാതെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുകയാണ്, 1 വർഷം കൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിക്ക് ആ കസേരയിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ, അതിനു മുമ്പേ അദ്ദേഹം ആ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അട്ടപ്പൂജി തെറിക്കുന്ന കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിച്ചത്. ഇന്ത്യയും മുന്നണി കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ മമതാ ബാനർജി വന്നിരിക്കുന്നത് എല്ലാവരുടെ ശ്രദ്ധയിലും പെട്ടു. കാരണം മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലൊന്നും അങ്ങനെ വരാറില്ല, വലിയ ധാർഷ്ട്യമുള്ളൊരു സ്ത്രീയാണ്. ഇപ്പോ ബംഗാളിൽ തകർന്ന് തരിപ്പണമായി TMCയുടെ MLA-മാരടക്കം MP-മാരടക്കം BJP-യിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നുമില്ലാതെ ഈ മമത വിളിച്ചാൽ ഒരു MLA പോലും അവിടെ യോഗത്തിന് വരുമെന്ന് അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ മമത വന്ന് സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നു. ഇനി വേറൊരു ആശ്രയമില്ല, ഇനി ഇത് മാത്രമേ ഉള്ള ആശ്രയം എന്ന രീതിയിൽ മമത വന്ന് സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നു. 362 സീറ്റ് വേണം നരേന്ദ്രമോദിക്ക് 2/3 ഭൂരിപക്ഷം ലഭിക്കാനായിട്ട്. ആ 362 സീറ്റിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ് നമ്മുടെ നാഷണൽ മീഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതാ TMC വളർന്നു. DMK കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ചെന്നിട്ട് അദ്ദേഹത്തോട്, സ്റ്റാലിനോട് പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവരുമ്പോൾ അതിന് TMCക്ക് പിന്നാലെ ഇപ്പോൾ ഉദ്ധവ് സേനയും പിളരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അതിനകത്തും കലാപത്തിന്റെ വലിയ സൂചനകൾ ലഭിക്കുന്നു. ഇനി അതും പോട്ടെ, ഒരിക്കലും പിളരില്ല എന്ന് വിചാരിച്ചിരുന്ന സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയിലും വമ്പൻ കലാപം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. AAP നേരത്തെ തന്നെ അടിച്ച് പിരിഞ്ഞു. രാഘവ് ചദ്ദ അടക്കം ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ 293 സീറ്റുകളുമായി അധികാരത്തിൽ വന്ന NDA സർക്കാർ ഇപ്പൊ 362 സീറ്റുകളിലേക്ക് കുതിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മളിപ്പോ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ 362 സീറ്റ് BJPയുടെ ഒരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നത്തിലേക്ക് BJP വന്നു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞ വലിയൊരു നീക്കം BJP നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പൊ തന്നെ പ്രതിപക്ഷമല്ല, ഈ പ്രതിപക്ഷത്തുള്ള നിരീക്ഷകന്മാർ പറയുന്നുണ്ട്. നരേന്ദ്രമോദിയെ അത് അപകടകാരിയാക്കും എന്നാണ് അവർ പറയുന്നത്. കാരണം സെക്കൻഡ് ടേമിൽ നരേന്ദ്രമോദി വളരെ അപകടകാരിയായിരുന്നു. ഇവരുടെ നിരീക്ഷണമാണ്, നരേന്ദ്രമോദി വളരെ അപകടകാരിയായിരുന്നു. അദ്ദേഹം രാജ്യത്തെ ജനങ്ങളുടെ വാക്കുകൾ ഒന്നും കേൾക്കാതെ സമ്പൂർണ്ണമായിട്ട് ഹിന്ദുത്വ ആശയം പേറിയാണ് അദ്ദേഹം നടത്തുന്നത്. രാമക്ഷേത്രത്തിൽ പോയി കല്ലിടുന്നു, സോമനാഥിൽ പോകുന്നു, കാശിയിൽ പോയി മുങ്ങുന്നു, അമ്പും വില്ലും എടുക്കുന്നു, ശൂലമെടുക്കുന്നു, അദ്ദേഹം മറ്റേ ഭസ്മം വാരി പൂശുന്നു. അദ്ദേഹത്തെ ഒരിക്കൽ പോലും ഒരു പ്രധാനമന്ത്രിയുടെ രൂപത്തിൽ നമ്മൾ കണ്ട ആ ഒരു സാഹചര്യം വിരളമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് 2024 ആയപ്പോഴേക്കും ജനങ്ങൾ അദ്ദേഹത്തിന് ഒരു കൊട്ടുകൊടുത്ത് അദ്ദേഹത്തിന് പൂർണ്ണ ഭൂരിപക്ഷമില്ലാതെ അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയത്. പക്ഷെ ഇപ്പോ നിങ്ങൾ നോക്കൂ, 362ലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ രാജ്യത്തിന്റെ പതനം പൂർത്തിയാകും, ഭരണഘടന ഇതാ ഭേദഗതി ചെയ്യാൻ പോകുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും ഒരു മറുപടി എനിക്ക് വേണം. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന എന്തുകൊണ്ടാണ് ഇയാൾ ഒരു കോമൺ സെൻസിൽ, ഞാൻ പറയട്ടെ, രാഷ്ട്രീയത്തിൽ ഒരു കുട്ടിയായിരിക്കുന്ന ആൾക്കാർക്ക് പോലും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ആണ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന തെറ്റുകൾ എന്ന് പറയുന്നത്. കാരണം CPM പിണക്കുന്നു, DMK പിണക്കുന്നു. എന്താണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്? അത് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പം നിരന്തരം, ഇന്നലെയും അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗിലും ഇത് തന്നെ പറഞ്ഞു, മോദി ഇനി 1 വർഷം കൂടെ ഉള്ളൂ, ഇറങ്ങുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ തന്നെ അതിന് വേറൊരു സംഭവം കൂടെയുണ്ട്. അദ്ദേഹം പറയുന്നതാണ് BJP താഴെ പോകുന്നല്ല അദ്ദേഹം പറയുന്നത്, മോദി ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നാഷണൽ ലെവലിൽ ഒരു റൂമറുണ്ട്. അതായത് ഇപ്പോൾ RSSന്റെ 100ാം വാർഷികമാണ്. 2026 ആകുമ്പോഴേക്കും, 26 ഡിസംബർ ആകുമ്പോഴേക്കും 100ാം വാർഷികം പൂർത്തിയാവും. അപ്പോ ആ സമയത്ത് RSSന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു RSSന്റെ പ്രചാരകൻ ഇന്ത്യയുടെ ഭരണാധികാരിയാകുക എന്നുള്ളത്. അത് മോദിയിലൂടെ അവർ പൂർത്തിയാക്കിയിരിക്കുന്നു. RSS പ്രചാരകനാണ് ശ്രീ നരേന്ദ്രമോദി. അതിലൂടെ അവരുടെ സ്വപ്നങ്ങൾ എത്രയും പെട്ടെന്ന് പൂവണിയിക്കുക. കാരണം അവരുടെ കുറെ ഇനിയും പൂർത്തീകരിക്കാത്ത അവരുടെ ഏകദേശം സ്വപ്നങ്ങളൊക്കെ ശ്രീ നരേന്ദ്രമോദി പൂർത്തിയാക്കിയിരുന്നു. 370 വകുപ്പ് എടുത്തു കളയുക, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, കാശ്മീരിന്റെ സംസ്ഥാന പദവി കൊടുക്കുന്നു, അങ്ങനെ കുറെ അധികം കാര്യങ്ങളിലേക്ക് അത് എത്തുകയുണ്ടായി. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നത് ഒന്ന് ഇതാണ്, ഏകീകൃത സിവിൽ കോഡാണ് ഒന്ന്. രണ്ടാമത് മണ്ഡല പുനർക്രമീകരണ ഉണ്ട്. 3 എന്ന് പറയുന്നത് ഈ NCR ആണ്, അതായത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ
എന്നുള്ള ഒരു സാധനം കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടെ നടപ്പാക്കുക, അത് മോദിയുടെ കാലഘട്ടത്തിൽ തന്നെ നടപ്പാക്കണം എന്ന് ഒരു ശാഠ്യം, ഇല്ലെങ്കിൽ മോഡിയുടെ കാലത്ത് തന്നെ നടപ്പാക്കി എടുക്കണമെന്ന് RSS കരുതുന്നു. പ്രത്യേകിച്ച് അവിടെ 100ാം വാർഷികത്തിൽ, ഇപ്പൊ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ മോഹൻ ഭഗവത്തൊക്കെ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ പറയുന്നത് ഈ ഒരു വർഷത്തിനകം, ഒരു വർഷം എന്ന് പറയുമ്പോൾ 2027 കഴിയും. ഇവിടെ നമ്മൾ മുമ്പ് ചർച്ചകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഒരു വട്ടം കൂടി ശ്രീ യോഗി ആദിത്യനാഥ് UP-യിലേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറുകയാണ് എങ്കിൽ യോഗി ആദിത്യനാഥിന്റെ അടുത്ത റോള് സെൻട്രലിലേക്കായിരിക്കും, കേന്ദ്ര സർക്കാരിലേക്കായിരിക്കും യോഗി നടന്നു കയറുന്നത്. കാരണം UP പോലെ വളരെ വലിയ ഒരു സ്റ്റേറ്റ് പിന്നെ മൂന്നാമതും യോഗി ജയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് യോഗി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പവർ വളരെ കൂടുതലാണ്. നരേന്ദ്രമോദി 3 തവണയാണ് ഗുജറാത്തിലേക്ക് വന്നത്, യോഗി 3 തവണ. പക്ഷെ ഗുജറാത്തും UP-യും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. UP ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ്, 400-ൽ പരം അംഗങ്ങളുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഗുജറാത്ത് പോലെ അല്ല, ഗുജറാത്തിൽ 193 പേരേ ഉള്ളൂ, അതിന്റെ ഇരട്ടി ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ അദ്ദേഹം ഇനി സെൻട്രലിലേക്കായിരിക്കും. ഒരുപക്ഷെ ഈ UP-യിൽ തന്നെ ഇനി 4ാമത് മുഖ്യമന്ത്രിയായിട്ട് യോഗി വരാനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. യോഗി വരണമെന്നുണ്ടെങ്കിൽ, സെൻട്രലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കാറുണ്ട്. അതിലൊന്ന് ഏകീകൃത സിവിൽ കോഡാണ്. ഇപ്പോൾ തന്നെ ഉത്തരാഖണ്ഡിലുണ്ട്, ആസാമിലുണ്ട്, അങ്ങനെ പല പല സ്റ്റേറ്റുകളിൽ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വന്നതിന് ശേഷം മാത്രമേ ആയിരിക്കും UP-യിൽ നിന്നും യോഗി സെൻട്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ UP അടക്കമുള്ളിടത്ത് ഒരു സ്ട്രോങ് ഹോൾഡ് ഭരണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ, കാരണം ഇത് വരുമ്പോൾ കുറെ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. അതിന് മുൻപ് ഡീലിമിറ്റേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ജനസംഖ്യാപരമായിട്ട് തന്നെ ഇതിന്റെ ഈ സീറ്റുകൾ വിഭജിക്കേണ്ടതാണ്. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് BJP സർക്കാർ കൊണ്ടുവരുന്ന നിയമമൊന്നും അല്ലത്. BJP സർക്കാർ അതിനകത്ത് കൊണ്ടുവരുന്നത് വനിതകൾക്ക് സംവരണം എന്നുള്ളൊരു പുതിയ ആശയം കൂടി കൊണ്ടുവരുന്നേ ഉള്ളൂ. മറ്റേത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതും കൂടി വരുന്നു. 2027 UP-യിൽ ഇലക്ഷൻ വരുന്നു. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് രാഹുൽ ഗാന്ധി ഈ കാര്യം പറഞ്ഞത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ BJP ഇപ്പോൾ അതിവേഗം, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ BJP വളരെ വേഗത്തിൽ അവരുടെ മെജോറിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിനെ സാധൂകരിക്കാം എന്ന് പറയുന്നത്, ഞാൻ രാഹുൽ ഗാന്ധിയെ തള്ളുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ വാദഗതികളെ തന്നെ നമുക്ക് പകുതി ശരിവെച്ചുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഇപ്പോൾ അവരുടെ ഈ മെജോറിറ്റി കൂട്ടുകയാണ്. മെജോറിറ്റി കൂട്ടുന്നത് എന്തിനാണ്? അവർക്ക് കൊണ്ടുവരാൻ ബില്ലുകൾ അനവധി ഇനിയും ബാക്കിയുണ്ട്, അത് എളുപ്പത്തിൽ പാസ്സാക്കാൻ. അത് നമ്മൾ ഇതുവരെ കാണാത്തത് കണക്ക് മമത വീണതോടുകൂടി തന്നെ ഒരു സംഹാര താണ്ഡവമാണ് ഈ രാജ്യത്ത് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9 അംഗങ്ങളെ ഉള്ളൂ MP-മാര് ഉദ്ധവ് താക്കറെക്ക്, അതിൽ 7 പേരെ ചാടിച്ചു കഴിഞ്ഞു. TMCയുടെ 20 പേരെ ചാടിച്ചു കഴിഞ്ഞ് ഇനി 8 പേരുടെ അവശേഷിക്കുന്നുണ്ട്. 13 പേര് രാജ്യസഭയിലുണ്ട്. അവർ പലരും രാജിവെച്ചിരിക്കുന്നു. കാരണം ഇനി പുതിയ രാജ്യസഭാ അംഗങ്ങളായിട്ട് ബംഗാളിൽ നിന്ന് ആരായിരിക്കും വരുന്നത്? BJP-ക്കാരായിരിക്കും വരുന്നത്. കാരണം BJP-ക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ അവർക്ക് 207 പേരുടെ BJP-ക്കാരുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ 80 പേരോളം 60 പേരോളം രാജിവെച്ചപ്പോൾ BJP-യുടെ കൂടെ ചേരാൻ പോകുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ രാജ്യസഭാ സീറ്റുകളെല്ലാം തന്നെ BJP-ക്ക് കിട്ടുന്ന രീതിയിലേക്കാണ് അത് പോകുന്നത്. അതുകൊണ്ടായിരിക്കണം തൃണമൂലിന്റെ രാജ്യസഭാ MP-മാരെല്ലാം രാജിവെക്കുന്നത്. അവർക്ക് വീണ്ടും BJP-യുടെ ടിക്കറ്റിൽ സീറ്റ് കൊടുക്കുമായിരിക്കാം. അപ്പം ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ DMK-യുമായിട്ട് ഒരു അലയൻസിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നു. ഇവിടെയാണ് അണ്ണാമല രാജിവെച്ചതുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യം വരുന്നത്. അതായത് DMK-യുമായി BJP കൈ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അണ്ണാമല എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യന് തമിഴ്നാട്ടിൽ ഒന്നുമില്ല, ബിഗ് സീറോ ആയിട്ട് പോകും. കാരണം അണ്ണാമല എന്ന് പറയുന്നത് സാധാരണ ഒരു പൊളിറ്റീഷ്യൻ അല്ല. ഇപ്പൊ നമ്മുടെ സാധാരണ പൊളിറ്റീഷ്യന്മാരാണെങ്കിൽ രണ്ടിടത്തും മാറിയും തിരിഞ്ഞു നിൽക്കാൻ പറ്റും. പക്ഷെ അണ്ണാമല അങ്ങനെയല്ല അവിടെ അവതരിപ്പിച്ചിരുന്നത്. അണ്ണാമല എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ ആയിട്ടാണ്. അവിടെ DMK ആയിട്ട് BJP എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നാളിതുവരെ ഈ അണ്ണാമല ഉയർത്തിക്കൊണ്ടുവന്ന എന്താണ് DMK ഫയൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുവന്ന കുറെ ഇതുണ്ട്, ഇവിടെ അഴിമതിയൊക്കെ, അതെല്ലാം ചീറ്റിപ്പോവുകയും അണ്ണാമല ഒരു സീറോ ആയി പോവുകയും ചെയ്യും. ഇത് അണ്ണാമലയ്ക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് അണ്ണാമല പുതിയൊരു സംഘടനയെ രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെതായ വഴിക്ക് പോകുന്നത്. അപ്പൊ DMK-യുമായിട്ട് ഒരു അലയൻസിന്, ഈ നോൺ അലയൻസ് ഉണ്ട് ഇന്ത്യക്ക് അപ്പുറത്തുള്ളത്. ഞാൻ എപ്പോഴും പറയും, ഭാര്യയും കാമുകയും ഒരുമിച്ച് കൊണ്ടു നടക്കുന്നത് ഒരു പാർട്ടി ഇന്ത്യയിൽ BJP മാത്രമാണ്. ചന്ദ്രബാബു നായിഡു ഭാര്യയാണ്. അതേ സാഹചര്യത്തിൽ തന്നെ YSR കോൺഗ്രസിനെ കാമുകയായിട്ടും കൊണ്ടു നടക്കാറുണ്ട്. മുൻപ് അങ്ങനല്ലായിരുന്നു. YSR കോൺഗ്രസ് ഭാര്യയായിരുന്നു, ചന്ദ്രബാബു നായിഡു കാമുകയായിരുന്നു. ഇനി ഒഡീഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഭരണത്തിലാണ്, ബിജു ജനതാദളിനെ കാമുകയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടിയാണ് അവിടുത്തെ. അപ്പം ഇത് എല്ലായിടത്തും ഇവർ ഈ പരിപാടികളും ചെയ്യുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഇതേപോലെ ഒരു കാമുകയും ഭാര്യ ഇവർക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഉണ്ടാകും.
ഇവിടെയാണ് ഇപ്പോൾ അവർ അടുത്ത ലക്ഷ്യം വെക്കുന്നത് സമാജ്വാദി പാർട്ടി. നോക്കൂ, ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് DMK. അതിനെ രാഹുൽ ഗാന്ധി വെറുപ്പിച്ച് നാനാവഴിക്കാക്കി അവരിപ്പോൾ കാവി കൂടാരത്തിലേക്ക് വരുന്നു. അവരെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല BJPയോട് ചേരുന്നത്. കാരണം വാജ്പേയിയുടെ കൂടെ കയറിയുന്ന അവര് മുരുശലിമാരനൊക്കെ ഇരുന്ന് ഭരിച്ചിട്ടുണ്ട്. രണ്ടാമത് TMC ആയിരുന്നു ഒരു വലിയ സ്ട്രോങ് ആയിട്ട് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നു. BJPക്ക് വലിയ ഒരു തടസ്സമായി നിന്നതും മമതയായിരുന്നു. മമത വീണ് കഴിഞ്ഞു. ഇനി മമതയുടെ കയ്യിലൊന്നുമില്ല. മമതാ ബാനർജി കാണും എപ്പോഴും. ഇനി അവരുടെ മരുമോൻ തന്നെ കാണുമോ എന്നറിയില്ല. കാരണം ഇന്നിപ്പോ റെയ്ഡ് നടന്നിട്ടുണ്ട് അഭിഷേക് ബാനർജിയുടെ വീട്ടിൽ. അകത്ത് പോവില്ലെന്ന് അറിയത്തില്ല. എന്തായാലും മമതാ ബാനർജി കാണും. മമതാ ബാനർജിക്ക് അധികം നാളൊന്നും കാണത്തില്ല. പോട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരിപ്പോൾ നേരത്തെ തന്നെ NCP ഒക്കെ അവർ അടപടലം അടർത്തി മാറ്റി. മൂന്നാമത് അവരിപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉദ്ധവ് താക്കറയുടെ ശിവസേന. ഉദ്ധവ് താക്കറയുടെ ശിവസേന ഈ 7 MPമാരുടെ ഉദ്ധവിന്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉദ്ധവില്ല, ബിഗ് സീറോ ആകും. ഇപ്പൊ തന്നെ ചിഹ്നവും മറ്റുമൊക്കെ ഷിൻഡേക്കാണ് ഉള്ളത്. പിന്നെ അവർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഈ സമാജ്വാദി പാർട്ടി. 37 MLAമാരോ മറ്റോ ഉണ്ട് അവർക്ക്, അല്ല MPമാര് ഉണ്ട്. അപ്പൊ അവരെ പിളർത്തുക, ഇത് അതും കൂടെ പൂർത്തിയായി കഴിഞ്ഞ് ഇന്ത്യയിൽ ഏതാണ്ട് പ്രതിപക്ഷം നിശ്ചലമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ BJP അവരുടെ ഫോഴ്സ് ചെലുത്തി പിളർത്തുന്നതല്ല ഇതിനകത്തുള്ളത്. ഇവരുടെ അന്തഛിദ്രങ്ങൾ കൊണ്ട് പിളരുന്നതാണ്. കാരണം ഇതെല്ലാം തന്നെ ഒരു കുടുംബ പാർട്ടികളായിരുന്നു. മമതാ ബാനർജിയുടെ പാർട്ടി കുടുംബ പാർട്ടിയാണ്. ഉദ്ധവ് താക്കറയുടെ ശിവസേന കുടുംബ പാർട്ടിയാണ്. പിന്നെ ഈ പറയുന്ന സമാജ്വാദി പാർട്ടി കുടുംബ പാർട്ടിയാണ്. കാരണം അഖിലേഷിന്റെ ഭാര്യയും അഖിലേഷിന്റെ മരിച്ചുപോയി മുലായം സിംഗ് യാദവ്, അഖിലേഷിന്റെ മാമനും അഖിലേഷിന്റെ അമ്മാവനും അഖിലേഷിന്റെ അനന്തരവനും പിന്നെ അഖിലേഷിന്റെ സിൽബന്ദികളായിട്ടുള്ള കുറെ ഗുണ്ടകളും ഒക്കെ ചേരുന്നതാണ് ആ പാർട്ടിയുടെ തലപ്പത്തുള്ളവരെല്ലാം. ഇതിനെതിരെ അവരുടെ ഒരു ദേശീയ വക്താവ് രംഗത്തെത്തുകയുണ്ടായി. അവരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പിളരാനായി കാത്തിരിക്കുകയാണ്. അത് എപ്പോൾ UP ഇലക്ഷന് മുമ്പ് പിളരുമോ UP ഇലക്ഷൻ കഴിഞ്ഞ് പിളരുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് ഡൗട്ടുള്ളൂ. ഒരുപക്ഷെ UP ഇലക്ഷൻ സീറ്റ് പ്രഖ്യാപിക്കുമല്ലോ ഈ UP നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഈ വിഭാഗത്തിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ അടപടലം BJPയുടെ ഒപ്പം ചേരും. ഇനി അതല്ല, ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും BJP അധികാരത്തിൽ വരികയാണെങ്കിലും അവർ അടപടലം പോകും. ഇനി ഇതിന് മുൻപ് എങ്ങനെ ചാടിക്കാൻ പറ്റുമെന്നായിരിക്കും ഒരുപക്ഷെ BJP നോക്കുന്നത്. അതിനും സാധ്യതകൾ ഏറെയാണ്. കാരണം ഇപ്പോൾ തന്നെ അവർ പാർട്ടിക്കകത്ത് വലിയ ഗ്രൂപ്പിസമാണ്. അവർ അകന്ന് നിൽക്കുക. ചെറിയൊരു തീപ്പിരി നല്ലൊരു ഓഫറും കൊടുക്കാമെങ്കിൽ അവർ ചാടി വരും. യാതൊരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ച് സമാജ്വാദിയെ സംബന്ധിച്ച് ഇപ്പൊ 10 വർഷമായിട്ട് സംസ്ഥാനത്ത് അധികാരമില്ല, സെൻട്രലിലും ഇല്ല. സെൻട്രലിലും സംസ്ഥാനത്തും അധികാരവും ഇല്ല, തമ്മിത്തല്ലും രൂക്ഷം. അങ്ങനെ വന്നു കഴിയുമ്പം രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, അവർക്ക് നിൽക്കാൻ കഴിയില്ല. കുറഞ്ഞ പക്ഷം നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ജനപ്രതിനിധിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോലും ഇല്ല. കാരണം സഹായമില്ല, വേറെ ഒന്നും സ്റ്റേറ്റിന്റെ സഹായം കിട്ടില്ല. സെൻട്രൽ നമ്മുടെ സുരേഷ് ഗോപി അനുഭവിക്കുന്നതൊക്കെ, സുരേഷ് ഗോപി കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവം ഒപ്പിച്ചുകൊണ്ട് വരും തൃശ്ശൂർക്ക്. വന്നു കഴിയുമ്പോൾ അവിടുത്തെ കോർപ്പറേഷനും സ്റ്റേറ്റ് ഗവൺമെന്റും പറയും ഇവിടെ നടപ്പാക്കാൻ പറ്റത്തില്ല, സ്ഥലം വിട്ടു തരാൻ പറ്റത്തില്ല, ഇല്ല നടപ്പാക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ അനുമതി തരത്തില്ല. അതേ അവസ്ഥ. നേരെ മറിച്ച് 2 സർക്കാർ ഒരേപോലത്തെ സർക്കാർ ആയിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തൃശ്ശൂർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതേ അവസ്ഥയാണ് സമാജ്വാദി പാർട്ടിയുടെ പലർക്കും. അപ്പൊ അങ്ങനെ ലോജിക്കലി ചിന്തിക്കാം. അപ്പം പിന്നെ അവർക്കൊരു നിലയും ഇല്ല. ഇപ്പൊ ഈ സമാജ്വാദി പാർട്ടിയുടെ അംഗങ്ങൾക്കൊന്നും UP യിലും ഇല്ല, അവരുടെ സിൽബന്ദികൾക്കും ഇല്ല. ഉള്ള സിൽബന്ദികളൊക്കെ വിട്ടുപോയി, കുറെ എണ്ണം വെടിയേറ്റ് ചത്തു, കുറെ എണ്ണം ജയിലിലൊക്കെ പോയി. ഇനി ശേഷിക്കുന്ന കാലം BJPയോടൊപ്പം നിന്ന് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി സമാജ്വാദി പാർട്ടികളെ പിളർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കൂടെ ആരുണ്ട്? ആരുമില്ല. പിണറായി വിജയന്റെ ഒരു CPM എന്ന് പറഞ്ഞാൽ അവർക്ക് 5 സീറ്റോ മറ്റോ ഉള്ളൂ. ഈ 5 സീറ്റ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതും 2 എണ്ണം DMKയുടെ കാരണത്തിൽ കിട്ടിയതാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ഒരു ഇത് 2 ദിവസമായിട്ട് നമ്മുടെ നാഷണൽ മീഡിയാസ് കാണുമ്പോൾ വിജയ് ഏറെക്കുറെയൊക്കെ ഇപ്പൊ മോദിയോടൊപ്പമാണ് നിൽക്കുന്നത്. ആണോ? മോദിയുടെ ഒരു തമിഴ്നാട്ടില് വിജയ് ഹിന്ദു വിരുദ്ധ സർക്കാരായിട്ട് വളർന്നു വരികയാണെന്നാണല്ലോ പല മാധ്യമങ്ങളും പറയുന്നത്. ഇപ്പൊ ഈ തിരുപ്പുറംകുன்றത്തിൽ വിളക്ക് എത്തിക്കാൻ സമ്മതിക്കാത്തൊക്കെ ചേർത്ത് പറയുമ്പോ അല്ല, ഇത് തന്നെയാണ് സ്റ്റാലിനും കളിച്ചോണ്ടിരുന്ന കളി. പക്ഷെ സ്റ്റാലിനെ പോലെ വിജയിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരുന്ന പണി എന്താണ്? ഒരു പക്ക ഹിന്ദു വിരുദ്ധനായി നിന്നുകൊണ്ട് പക്ക മോദി വിരുദ്ധനായി നിൽക്കുകയും കേന്ദ്രവുമായിട്ട് നല്ല ടൈംസിൽ പോവുകയും അവിടുത്തെ കാര്യങ്ങൾ നേടിയെടുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വിജയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഗെയിമിന് പോകാനുള്ള ത്രാണി വിജയിക്കുണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. മറ്റേത് പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ് ശ്രീ സ്റ്റാലിൻ. അദ്ദേഹത്തിന് ഏത് കളി വേണേ കളിച്ച് നേരെ 4 കാലം നിൽക്കാൻ നന്നായിട്ടറിയാം. വിജയ്ക്ക് അത് വലിയ പാടായിരിക്കും. പക്ഷെ ഇപ്പോൾ വിജയ് വളരെ ടൈംസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫണ്ട് അനിവാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇല്ലാതെ 1 ഇഞ്ച് പോലും മുൻപോട്ട് പോയില്ല. കാരണം ഇദ്ദേഹം പ്രഖ്യാപിച്ച പല ക്ഷേമ പദ്ധതികളും നടപ്പാക്കണമെങ്കിൽ കേന്ദ്ര ഫണ്ട് അനിവാര്യമായ ഒരു ഘടകമാണ്. ഇവിടെ BJPയെ സംബന്ധിച്ച് ഒരു കൊച്ചു കുഞ്ഞു മാത്രമാണ് ഈ വിജയ് സർക്കാർ എന്ന് പറഞ്ഞത്. അവർക്കൊരു പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ ഏത് നിമിഷം വേണമെങ്കിലും മറിച്ചിടാൻ കഴിയും. ഒന്ന് ഊതിയാൽ മതി. അവര് മമതാ ബാനർജി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനല്ലായിരുന്നു, അവര് നല്ല ഫൈറ്റ് ചെയ്യണമായിരുന്നു. സമാജ്വാദി പാർട്ടിയിലൊക്കെ പോയത് കഴിഞ്ഞ ദിവസം മൂകാംബികയിലൊക്കെ പോയി വിജയ് തൊഴുന്നത് കണ്ടാൽ
തൊഴിൽ മാത്രമല്ല, അദ്ദേഹം അവിടെ ഒരു വാള് സമ്മാനിച്ചു. അപ്പോ അതിന് ഞാൻ കണ്ട വാർത്ത, MGR പണ്ട് അവിടെ സ്വർണ്ണവാളാണ് കൊടുത്തത്, വിജയ് അത് വെള്ളിവാളാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. എനിവേ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. അദ്ദേഹം ചെയ്യുന്ന പണിയും പക്ഷേ സ്റ്റാലിനെ പോലല്ല. ഇദ്ദേഹം കടുത്ത ഹിന്ദു വിരോധി എന്ന് പറയാനില്ല. ഇദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് പോകുന്നത്. ഒരു ഹിന്ദു വിരുദ്ധ പ്രസ്താവന വിജയ് നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിജയ് ഒരു ഹിന്ദു പ്രകീർത്തനപരമായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യും. ഒന്നുകിൽ മൂകാംബിയെ പോവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജാരിയെ വിളിച്ചിട്ട് പൂജ ചെയ്യിക്കും. ഇങ്ങനെയുള്ള പരിപാടികളും പുള്ളി ചെയ്യാറുണ്ട്. സ്റ്റാലിൻ അത് ചെയ്യത്തില്ലായിരുന്നു. സ്റ്റാലിൻ ഒരു സ്റ്റാൻഡിലേക്ക് നിൽക്കത്തുള്ളായിരുന്നു. ഇവിടെയൊക്കെയാണ് ഈ ഒരു പരിപാടി. അത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് വിജയ് നോക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പോകുമെന്നറിയില്ല. എന്തായാലും വിജയ് പരിക്കട്ടെ. കാരണം BJP അത് കരുതുന്നുണ്ട്. കാരണം വിജയ് ഇപ്പൊ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും വിജയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അവിടേക്കാണ് ഈ അണ്ണാമലെ നോക്കുന്ന നോട്ടവും ആ സ്പേസ് ആണ്. വിജയ്ക്ക് അത് നോക്കാൻ കഴിയില്ല. അങ്ങനെ ആകുമ്പോൾ വിജയ്ക്കെതിരെ ജനരോഷം വരും. ആ ജനരോഷത്തെ BJPയും കൈകോർത്ത് കഴിഞ്ഞാൽ അണ്ണാമല BJP വിമർശിച്ചു തുടങ്ങും. തീർച്ചയായിട്ടും വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ DMK ADMK വിമർശിച്ചിട്ട് ഒരു കാര്യം തമിഴ്നാട്ടിലില്ല. കാരണം അത് പോയി കഴിഞ്ഞിരിക്കുന്നു, അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ദ്രാവിഡ പൊളിറ്റിക്സിന് ഇനി അവിടെ ഒരു വലിയ റേഞ്ച് ഇല്ല. ഇനി അവരെ ചത്ത് കിടക്കുന്നവരെ വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. പകരം ഭരണത്തിനെതിരെ വിമർശിച്ചു കഴിഞ്ഞാൽ മാത്രമേ റീച്ച് ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഇപ്പൊ പിണറായി വിജയൻ സർക്കാരിന് ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ നോക്കൂ, അവരിപ്പോ പിണറായി വിജയനെതിരെ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നു. അത് കുറച്ച് നാളത്തേക്ക് നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആരും മൈൻഡ് ചെയ്തില്ല. അവർ ആൾക്കാർ പറയുന്നത് തോറ്റല്ല, പിന്നെ എന്തിനാ കൊടുക്കും. ഭരണത്തിനെതിരെ ആക്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പം വിജയുടെ പദ്ധതികൾക്കെതിരെ സമരവുമായിട്ട് മുന്നിട്ടിറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ആ റീച്ച് വരുന്നത് അണ്ണാമലയിലേക്ക്. കാരണം സ്റ്റാലിനെ പോലല്ല അണ്ണാമല, കുറച്ചുകൂടെ യൂത്താണ്, സ്ട്രോങ് ആണ്, സത്യസന്ധനാണ്, ഉറച്ചു നിൽക്കുന്നതാണ് നിലപാടുകൾ. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ പലരും അണ്ണാമലെ കളിയാക്കുന്നുണ്ട്. BJPയുടെ അംഗീകാരത്തോടെ ആശീർവാദത്തോടും കൂടിയാണ് തുടങ്ങിയത്. പക്ഷെ അങ്ങനല്ല. ഇനി വിജയുടെ സ്റ്റാൻഡ് മാറും. വിജയ് പറയും, എനിക്ക് പലതും വെച്ച് നീട്ടിയിരുന്നു കേന്ദ്രം, അത് വേണ്ടെന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയതാണെന്നൊരു അടി അണ്ണാമല അടിച്ചാൽ അതിന്റെ ആംഗിൾ മാറി. BJP അമിത്ഷാ, നിങ്ങൾക്കറിയാമല്ലോ അമിത്ഷാ, കാരണം അമിത്ഷായും മോദിയോട് നല്ല ബന്ധത്തിലുള്ള ഒരു നേതാവാണ് അണ്ണാമലെ. അവരെല്ലാം എനിക്ക് എന്തൊക്കെ ഓഫർ തന്നു, കേന്ദ്രമന്ത്രി സ്ഥാനം ഓഫർ തന്നു, പാർട്ടിയുടെ ഉന്നത പദവികൾ ഓഫർ തന്നു, അത് തന്നു, ഇത് തന്നു, എന്നിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി പോരാടാനല്ലേ എന്ന് ചോദിച്ചാൽ തമിഴ് മക്കൾ കൈയടിക്കുക തന്നെ ചെയ്യും. കാരണം ഇപ്പൊ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം മാഞ്ഞു പോകും. ഇപ്പോഴും അണ്ണാമല നമ്മൾ കാണണ്ട ഈ റേഞ്ചിൽ. ഇപ്പൊ അദ്ദേഹം ആരെയും വെറുപ്പിക്കാതെ അദ്ദേഹം പൊളിറ്റിക്സേ പറയുന്നില്ല. BJP എന്നല്ല, അദ്ദേഹം DMKയും പറയുന്നില്ല, ADMKയും പറയുന്നില്ല, വിജയയും പറയുന്നില്ല. ചില വിഷയങ്ങളിൽ മാത്രം, അത് എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ട്രാറ്റജിയാണത്. ഓരോ വിഷയം എടുത്തുകൊണ്ട് അതിനെ മാത്രം, ഇപ്പം നീറ്റിനെതിരെയാണോ അതോ വിദ്യാഭ്യാസ നയത്തിനെതിരെ, കേന്ദ്രത്തിനെതിരെ അണ്ണാമല സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ വിജയുടെ ഇതിൽ 2-3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് വിഷയാധിഷ്ഠിതമായി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് അണ്ണാമലയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ്. പിന്നെ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് APJ അബ്ദുൽ കലാം ഇത് പൊളിറ്റിക്കൽ പഠിപ്പിക്കുന്നത്. അവിടെ പഠിച്ചിറങ്ങുന്നതിന് മാത്രമേ അദ്ദേഹം സ്ഥാനാർത്ഥികളാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ വരുന്നത്. കേരളത്തിലും അവിടെ ബ്രാഞ്ച് തുടങ്ങുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം അവരുടെ ഒരു മെയിൻ ആൾക്കാരൊക്കെ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. കേരളത്തിൽ അണ്ണാമലയുടെ ഒരു ബ്രാഞ്ച് ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്തേക്കാം.